നമ്മൾ ചാപ്റ്റർ 9 റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ലാസ്റ്റ് പാർട്ട് ആണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. നമ്മൾ 7th പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റായ ഹ്യൂമൺ ഐനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. രണ്ടാമത്തെ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റായ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടായി. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ കുറവാണ് എന്നുള്ളതാണ്. മാക്സിമം 100 times ആണ് അതിനെ മാഗ്നിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മുൻപേ പറഞ്ഞു വെച്ചു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നല്ല ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചർ നോക്കും. ഇതൊരു ഒബ്ജക്റ്റീവാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ച് നമ്മൾ പെട്ടെന്ന് വ്യത്യാസം പറയുമ്പോൾ അവിടെ ഒറ്റ സിംഗിൾ ഷോർട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആയിരുന്നു അതിൻ്റെ ഹൃദയഭാഗം. ഇവിടെ 2 ലെൻസ് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റിന് സമീപത്തുള്ള ലെൻസ് ആയതുകൊണ്ടാണ് അതിൻ്റെ പേര് ഒബ്ജക്റ്റീവ്. 2 നമ്മൾ നോക്കുന്ന നമ്മുടെ കണ്ണിന് സമീപത്തുള്ള ഒരു ലെൻസാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഈ 2 ലെൻസുകൾ തമ്മിൽ ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ സൈസിലും ഫോക്കൽ ലെങ്ത്തിലും ഡിഫറൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ കുറച്ചുകൂടെ ഫോക്കൽ ലെങ്ത് ഉള്ളതാണ് നമ്മുടെ ഐ പീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് വയ്ക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ഞാനിപ്പോൾ കർസർ വെച്ചിരിക്കുന്ന പോയിന്റിലാണെന്ന് അസ്യൂം ചെയ്യും. അതിനും അപ്പുറത്തുള്ള പോയിന്റിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. സോ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇവിടുന്ന് വരുന്ന 2 റേയിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്ന റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിങ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഇങ്ങനെ കടന്നു പോകുന്നു. മറ്റൊരു റേ, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന മറ്റൊരു റേ ഓപ്റ്റിക് സെൻറ്ററിലൂടെ വിത്തൗട്ട് റിഫ്രാക്ഷൻ കടന്നു പോകുന്നു. ആ 2 റേയും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഫോം ചെയ്തത്. അതാണ് ഞാനിവിടെ A', B' എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ A', B' എന്ന് പറയുന്ന ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കോൺവെക്സ് ലെൻസായ ഐ പീസിൻ്റെ, ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അതിന് ഉൾഭാഗത്താണ്, ഒപ്റ്റിക് സെൻറ്ററിനും പ്രിൻസിപ്പൽ ഫോക്കസിന് ഉൾഭാഗത്താണ് ഈ ഇമേജ് ഫോം ചെയ്തേക്കണേ. അങ്ങനെ വരുന്ന രീതിയിൽ ഈ ഐ പീസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് this image of the objective will act as original object for the second convex lens eyepiece. അപ്പോൾ A', B' എന്ന് പറയുന്നത് ഫലത്തിൽ ഇമേജ് ആണെങ്കിലും ഐ പീസിനെ സംബന്ധിച്ചതൊരു ഒബ്ജക്റ്റാണ്. അങ്ങനെ അവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്ന ഒരു റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ കടന്നു പോകുന്നു. ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന റേ ഇതുപോലെ വരച്ചിരിക്കുന്നു. ഈ 2 റേയും നമ്മൾ പിൻഭാഗത്തേക്ക് നമ്മൾ നീട്ടി വരച്ചിരിക്കുന്നു. അങ്ങനെ ഫൈനൽ ഇമേജാണ് A', B' എന്ന് പറയുന്ന പോയിന്റിൽ പതിച്ചിരിക്കുന്നത്. ഡോട്ടഡ് ലൈൻസ് കൊണ്ട് കാണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കണ്ടറിയാലോ, വെർച്വലാണ്. ഇമേജ് മാഗ്നിഫൈഡ് ആണ്, തല കീഴായതാണ്, പക്ഷേ വെർച്വലാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇറക്റ്റഡ് ആണെങ്കിലും ഇത് ഇൻവെർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്, പക്ഷേ വെർച്വലാണ്. ഇങ്ങനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഇനി അതിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്നുള്ള ഭാഗം നമുക്ക് പറയേണ്ടതുണ്ട്. ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ സാധാരണ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് V/U ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ നമ്മൾ VO/UO. ഐ പീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഐ പീസിൽ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഇമേജാണ്. അത് വന്ന് പതിയുന്നത് അതിൻ്റെ ഐ പീസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലായതുകൊണ്ട് ഐ പീസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ബിഹേവ് ചെയ്യും. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. 1 + D/FE ആണ്. ഇവിടെ അത് ഐ പീസ് ആയതുകൊണ്ട് ഞാൻ FE എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കിട്ടി. 2 ലെൻസ് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ മുൻഭാഗത്തെ പാർട്ടിൽ കണ്ടിരുന്നു. അപ്പോൾ 2 ലെൻസ് ഉണ്ട്. ഒന്നിൻ്റെ മാഗ്നിഫിക്കേഷൻ M1 രണ്ടാമത്തെ M2 ആണെങ്കിൽ റിസൾട്ടൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദീസ് 2 മാഗ്നിഫിക്കേഷനാണ്. അപ്പോൾ M1 × M2 ആണ്. ഇവിടെ MO യും ME ആണ് ഒബ്ജക്റ്റീവിൻ്റെയും ഐ പീസിൻ്റെ. ദെർഫോർ
ഇഫക്റ്റീവായിട്ടുള്ള മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു എം ഒ ഇൻറ്റു എം ഇ. അപ്പോൾ രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഒന്ന് രണ്ട് അസംഷൻ ഇവിടെ പറയാൻ പോകുന്നുണ്ട്. ഒന്നാമത് പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് വി ഒ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ആയിട്ട് എടുക്കാൻ. എന്ന് വെച്ചാൽ ഈ ഡയഗ്രത്തിലെ ഇതാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത് അർത്ഥം. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എൽ ആയിട്ട് പരിഗണിക്കുന്നത് ഇവിടെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒബ്ജക്റ്റീവിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഫോക്കൽ ലെങ്ത് ആയിട്ട് പരിഗണിക്കാൻ. അപ്പോൾ നമ്മുടെ ഗിവൺ ഫോർമുലയിൽ വി ഒന് പകരം എല്ലും യു ഒന് പകരം നമ്മൾ എഫ് ഒയും കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗിവൺ ഫോർമുല ഇങ്ങനെയായിട്ട് മാറി. ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ജനറൽ ഫോർമുല. പക്ഷേ ഇവിടെ 1 എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ടേം 1+ നമുക്ക് ഒഴിവാക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ദെൻ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു എൽ ബൈ എഫ് ഒ ഇൻറ്റു ഡി ബൈ എഫ് ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പ് എന്നുള്ള സെക്ഷൻ അവസാനിച്ചു. ഇനി നമ്മൾ ടെലിസ്കോപ്പ് കാണുകയാണ്. ടെലിസ്കോപ്പ് 2 തരമുണ്ട് അത്ര. ഒന്ന് റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലിസ്കോപ്പ്, 2 റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലിസ്കോപ്പ്. രണ്ടും നമുക്ക് കാണാനുണ്ട്. അതിനു മുൻപ് ഞാൻ ചോദിക്കട്ടെ, എന്താ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്? ടെലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ദൂരെ എന്നതാണ്. ഉദാഹരണം ടെലിഫോൺ, ദൂരെയുള്ള ആൾക്കാരുമായി സംവദിക്കാനുള്ളൊരു ഉപാധി. സ്കോപ്പ് മീൻസ് വിഷൻ എന്നർത്ഥം. അപ്പോൾ ടെലി ദൂരെ, സ്കോപ്പ് വിഷൻ, അതായത് ദൂരെയുള്ള വസ്തുക്കളെ വീക്ഷിക്കുന്നതിനുള്ള ഉപകരണത്തിൻ്റെ പറയുന്ന പേരാണ് ടെലിസ്കോപ്പ്. അങ്ങനെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ടെലിസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടെലിസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്. ഹിയർ ദ ഒബ്ജക്റ്റീവ് ഈസ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത്. നമ്മൾ നേരത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവും ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നേരെ ഉൾട്ടയാണ്, അതിൻ്റെ നേരെ വിപരീതമാണ്. ഇവിടെ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് കൂടുതൽ. And it forms a real inverted and diminished image of the distant object. This image seen by an eyepiece which is of shorter focal length. Okay. Thus, the image adjusted within the focus of the eyepiece, so we get a magnified, inverted, virtual image of the distant object. The image at infinity ഞാൻ അവിടെ ഡോട്ട് ലൈൻസിലൂടെ വരച്ചിട്ടുണ്ട്. ഇനി ടെലിസ്കോപ്പിൽ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. യൂഷ്വലി ഇൻ ടെലിസ്കോപ്പ് ദ ഫൈനൽ ഇമേജ് അഡ്ജസ്റ്റഡ് ടു ബി അറ്റ് ഇൻഫിനിറ്റി. ടെലിസ്കോപ്പിൽ ഫൈനൽ ഇമേജ് നമ്മൾ കാണുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ടെലിസ്കോപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കൂടി കാണണം. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ജനറൽ ഫോർമുല നമുക്കറിയാം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഇമേജ് ടു ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഒബ്ജക്റ്റ് ആണ്. ഈ കേസിൽ ഞാൻ അതിന് പകരം എഫ് ഒയും എഫ് ഇയും കൊടുത്തു. എഫ് ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്ത്, എഫ് ഇ എന്ന് പറയുന്നത് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ നമ്മുടെ നേരത്തെയുള്ള ഫോർമുലയിൽ വി ബൈ യുവിന് പകരം നമ്മൾ എഫ് ഒ ബൈ എഫ് ഇ പിന്നെ 1+ എഫ് ഇ ബൈ ഡി ആണ്. തൊട്ട് മുൻപത്തെ ഇക്വേഷനുകൾ ഓർക്കുക, 1+ ഡി ബൈ എഫ് ഇ ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില തലകീഴായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ഇവിടെ 1+ എഫ് ഇ ബൈ ഡി ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ഇതാണ് റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലിസ്കോപ്പ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിഫ്ലക്റ്റിംഗ് ആണ്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ മിറർ വേണ്ടേ? ഒരു പരാബോളിക് മിററാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കർസർ ഓടിക്കുന്ന പോയിന്റുകൾ നോക്കുക, ഒരു പരാബോളിക് മിററാണ്. അതാണ് M1 എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഈ പരാബോളിക് മിററിന് ഇവിടെ ഒരു ഹോളുണ്ട്. ദൂരെയുള്ള വസ്തുവിനെയാണ് നമ്മൾ ടെലിസ്കോപ്പ് വെച്ച് കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന റേസ് പാരലായിരിക്കും. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ നിന്ന് തട്ടി പ്രതിഫലിച്ച് വരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മിയുടെ എല്ലായ്പ്പോഴും പാരലായിരിക്കും. അപ്പോൾ പാരലൽ റേസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം ആ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. 2 റേസ് വരുന്നു. ഒരു റേ ഇത്, രണ്ടാമത്തെ റേയാണ് ഈ കടന്നു വരുന്നത്. ഈ 2 റേയും ഇവിടെയുള്ള ഈ മിററും തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ വന്ന് വീഴുന്നു. ഇവിടെ വന്ന് വീഴും. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ മിറർ M2 സ്ഥാപിച്ചിരിക്കുന്നത്. വീണ്ടും ആ മിറർ ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേനെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഫൈനലി ഇറ്റ് ഫാൾസ് ഓൺ ദ ഐ പീസ്. അങ്ങനെ നമുക്ക് ആ വസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിനുള്ള അഡ്വാൻറ്റേജസ് കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം.
ഒന്ന്, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ക്രൊമാറ്റിക് അബറേഷൻ. ക്രൊമാറ്റിക് അബറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ലൈറ്റ് ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് വേർതിരിഞ്ഞ് പോകുന്ന പ്രതിഭാസമാണ് ക്രൊമാറ്റിക്. ക്രോമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കളർഫുൾ, കളർ എന്നൊക്കെയാണ്. അപ്പോൾ ക്രൊമാറ്റിക് അബറേഷൻ ഉണ്ടാവില്ല റിഫ്ലക്റ്റിംഗ് ടൈപ്പിൽ കേട്ടോ. 2, സ്പെറിക്കൽ അബറേഷൻ ഉണ്ടാവില്ല. കാരണം സ്പെറിക്കൽ അബറേഷൻ നിർത്താനുള്ള മാർഗ്ഗം തന്നെ പരാബോളിക് മിററാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പരാബോളിക് മിററാണ്. 3, അബറേഷൻസ് ഒന്നുമില്ലെങ്കിൽ ഇമേജ് നല്ല ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. 4, ലെൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ, അതായത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൻ്റെ ഭാരം കുറവായിരിക്കും അത്ര. അപ്പോൾ കുറച്ചുകൂടെ പോർട്ടബിലിറ്റി കാണും, കുറച്ചുകൂടെ ഹാൻഡി ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഉടനെ തന്നെ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാൻ, പുതിയ ചാപ്റ്ററുമായി നമുക്ക് ആരംഭിക്കാം. താങ്ക് യു.